ആരും ഇതിനെ ഗൗരവമായിട്ട് കാണുന്നില്ല. അനു അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. ഇനിയിപ്പോ രണ്ടുപേരും ഒരുമിച്ച് പോലീസിന്റെ വലയിൽ വീഴാനാ സാധ്യത. പോലീസ് മാത്രമാണോ? ആ രുദ്രനും സംഘവും പിന്നാലെ തന്നെ ഉണ്ടല്ലോ. എന്താ ചെയ്യാനാ? നമ്മൾ അറിയാതെ അവര് പോയതല്ലേ. നമ്മൾ അറിഞ്ഞിരുന്നെങ്കിൽ അവരെ പോവാൻ സമ്മതിക്കില്ലായിരുന്നു. അക്കാര്യം അനുവിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണല്ലോ അവള് സ്വന്തമായിട്ട് തീരുമാനമെടുത്ത് ആരവിനെ കൊണ്ടുപോയത്. എന്തായാലും അവൾ ആരവിനെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോവില്ല. അവളുടെ അമ്മയുണ്ടല്ലോ അവിടെ. വേറെ എവിടെ പോവാനാ? ആരവിനെ താമസിക്കാൻ സുരക്ഷിതമായൊരു സ്ഥലം അവൾ ഉദ്ദേശിച്ചത് എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. നമ്മുടെ ആരുടെ അറിവിൽ അങ്ങനെ ഒരു സ്ഥലമില്ല. നമ്മളറിയാത്ത വേറെ ഏതെങ്കിലും സ്ഥലം അവളുടെ അറിവിലുണ്ടാവും. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവൾ നമ്മളോട് പറയേണ്ടതല്ലേ? നമുക്ക് ടെൻഷൻ ആയല്ലോ. അവരെ കോണ്ടാക്ട് ചെയ്യാൻ ഒരു വഴിയില്ല. എവിടെ പോയെന്നും അറിയില്ല. ആരവിനെ പോലെ ഇന്റലിജന്റ് ആയ ഒരാള് ഇങ്ങനെ ഒരു അപകടം പിടിച്ച വഴി എങ്ങനെ തെരഞ്ഞെടുത്തെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? ആരവിനെ സുരക്ഷിതനാക്കാതെ അനു ഇനി മടങ്ങി വരില്ല. അവള് മടങ്ങി വരാൻ എത്ര നാളെടുക്കും? ഈ കത്ത് വായിച്ചിട്ട് അവൾ ഉടനെ മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിപ്പോ പുറത്താരോടും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയല്ലോ. റിനമ്മ അനുവിനെ തിരക്കി നമ്മൾ എന്ത് പറയും? തൽക്കാലം നമ്മളിത് ആരോടും പറയണ്ട. പറയാനും പറ്റില്ലല്ലോ. എന്തായാലും അനു ആരോ അധിക ദൂരം പോയിട്ടുണ്ടാവില്ല. വാ, നമുക്ക് അവരെ തേടി പിടിക്കാം. നിങ്ങൾ വാ. വാ. അനു, നീ എന്നെ കൊണ്ട് എങ്ങോട്ടായി പോകുന്നേ? നീ ഹോസ്റ്റലിൽ ഇനി സുരക്ഷിതനല്ല. ഏത് സമയത്തും പോലീസ് അവിടെ കയറി വരും. നിന്നെ കൊണ്ടുപോകും. അതുകൊണ്ട് നിനക്ക് സേഫ് ആയിട്ട് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കാ നമ്മൾ പോകുന്നത്. നീ വാ.